നമസ്കാരം. കഴിഞ്ഞ 3 ദിവസമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ബോംബ് ഭീഷണികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇമെയിൽ വഴി സമാനമായിട്ടുള്ള ഇമെയിൽ വഴി തന്നെയാണ് ബോംബ് ഭീഷണികൾ എത്തുന്നത്. ഇന്നും ഇതേ രീതിയിൽ തന്നെയുള്ള ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. വ്യാജമാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. എങ്കിൽ പോലും ബോംബ് ഭീഷണിയെ നമുക്ക് നിസ്സാരമായി കാണാത്തത് കൊണ്ട് തന്നെ ശക്തമായുള്ള പരിശോധനകൾ നടത്തുകയാണ്. ഇപ്പോൾ രാജ്ഭവന്റെ മുമ്പിലാണ് ഉള്ളത്. ഇവിടെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെയാണ് ഇന്ന് ബോംബ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിരന്തരമായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം 8ഓളം ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ് പോലീസ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേരളത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 3 ആഴ്ചയിലധികമായിട്ട് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ വരുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ ആകുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഗൗരവം ചെലുത്തുന്നുണ്ട്. വ്യാജ സന്ദേശമാണ് എങ്കിൽ പോലും അതിന്റെ ഗൗരവം കൂടുതൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഭീഷണി സന്ദേശമുണ്ടായി. അതുപോലെ തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് വെച്ച് തകർക്കും എന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതിന്റെ ഒപ്പം തന്നെ ചില ബോംബ് ഭീഷണിയിലൊക്കെ പറയുന്നത് സംസ്ഥാനത്ത് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തുകയാണെങ്കിൽ ലഹരി വിൽപ്പനയ്ക്കെതിരെയുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ബോംബ് വെച്ച് പ്രതിഷേധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ബോംബ് ഭീഷണിയിലൂടെ പറയാൻ ശ്രമിച്ചതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്ദേശം വ്യാജമാണ് എന്നത് തന്നെയാണ് പോലീസിന് ലഭിക്കുന്ന വിവരമെങ്കിൽ പോലും പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വിഴിഞ്ഞം ഫോർട്ട് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ഉയരുന്നു എന്നത് വലിയ രീതിയിലുള്ള ഗൗരവം തന്നെയാണ് ചെലുത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഇവിടെയും ഇന്ന് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഇവിടെയും ബോംബ് വെച്ച് തകർക്കും എന്നുള്ള തരത്തിലുള്ള ഒരു മെയിലാണ് വന്നിരുന്നത്. ധനകാര്യ ചീഫ് സെക്രട്ടറിയുടെ ഒഫീഷ്യൽ മെയിലിലേക്കായിരുന്നു ഇങ്ങനെ ഒരു സന്ദേശം എത്തിയിരുന്നത്. ഈ മെയിലിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് ലഹരി വസ്തുക്കളടക്കം ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട്, അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ പലയിടങ്ങളിലും ബോംബ് വെച്ച് തകർക്കും എന്ന തരത്തിലായിരുന്നു ഭീഷണി സന്ദേശം എത്തിയത്. എന്തായാലും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം വെള്ളം കടുപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണിയിലൂടെ ഉണ്ടാകുന്നത്. കാരണം നിരന്തരമായിട്ടുള്ള ബോംബ് ഭീഷണി ഇതാരാണ് അയക്കുന്നത് എന്ന് കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യം. കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു കേസ് പോലും തെളിയിക്കപ്പെടാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരാളെ പോലും പിടിക്കാതെ പോകുന്നു എന്നത് കേരള പോലീസിന് ഒന്നടങ്കം ക്ഷീണമായി മാറുന്നുണ്ട്. അതിനേക്കാൾ ഉപരി വലിയൊരു പ്രഷറായി മാറുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും അടക്കമാണ് കഴിഞ്ഞ ദിവസമൊക്കെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നത്. ഇമെയിൽ വഴി ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നത് ഇപ്പോൾ ഒരു പതിവായി മാറുകയാണ്. വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കഴിഞ്ഞ ദിവസം ഭീഷണിയെ തുടർന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഹോട്ടലിലായിട്ടുള്ള പല ഹോട്ടലുകളിലും ഭീഷണി സന്ദേശങ്ങൾ എത്തി. ഇന്നലെ അതിന്റെ അടിസ്ഥാനത്തിൽ ഹിൽട്ടൺ, ഗോകുലം ഗ്രാൻഡ് സ്റ്റേ, ആക്കുളത്തെ, കോവളത്തെ ഒക്കെ ഹോട്ടലുകളിലൊക്കെ ബോംബ് ഭീഷണിയെ തുടർന്നുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഹോട്ടൽ ഹിൽസ്റ്റണിൽ കന്റോൺമെന്റ് പോലീസും ആക്കുളത്തെ ഹോസ്റ്റലിൽ തുമ്പ പോലീസുമാണ് പരിശോധനകൾ നടത്തിയത്. കോവളത്തെ ഹോട്ടലിൽ കോവളം പോലീസും പരിശോധന നടത്തിയെങ്കിൽ പോലും സാരമായൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയൊക്കെയുള്ള സഹായത്തോടെയാണ് പരിശോധന നടത്തിയത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രക്ഷാ ദൗത്യത്തിന് വേണ്ടി അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റ് അടക്കം എത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം അടക്കം പരിശോധനകൾ നടത്തിയത്. പക്ഷേ ഇത്തരത്തിൽ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇതാരാണ്, എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം അയക്കുന്നത് എന്നത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ എത്താൻ പോവുകയാണ്. ഇനി 12 ദിവസം മാത്രമാണ് വിഴിഞ്ഞം ഫോർട്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ ഒരു ബോംബ് ഭീഷണി. അത് മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ വലിയ രീതിയിലുള്ള പാക് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി അഥവാ ആരെങ്കിലും ഇത് ഒരു തമാശ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതും വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണങ്ങൾ ശക്തമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും
പോലും നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം ഭീഷണികൾ അത് വലിയൊരു തലവേദനയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഏകദേശം 5 കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു മാസത്തിൽ മാത്രം ഏകദേശം 8ഓളം സന്ദേശങ്ങൾ ഇത്തരത്തിൽ വ്യാജമായിട്ടും അല്ലാതെയും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ രീതിയിലുള്ള തലവേദനയായിട്ട് പോലീസിന് മാറുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പരിശോധനകൾ തന്നെ തുടരുകയാണ് എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്. Terima kasih.